അഭിഭാഷകനും മുസ്ലിം ലീഗ് നേതാവുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇത് അസാധാരണമാണ്, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. ഏതുതരം ക്ലറിക്കൽ മിസ്റ്റേക്കിന്റെ ഭാഗമാണ് എങ്കിലും ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള രാഷ്ട്രീയ പാർട്ടികളെ അഭിസംബോധന ചെയ്തു വരുന്ന ഒരു ഡോക്യുമെന്റിന്റെ ഭാഗമായി കേന്ദ്രം ഭരിക്കുന്ന ഏതു രാഷ്ട്രീയ പാർട്ടിയുടേതുമാകട്ടെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, ഇതിന്റെ ഞാനിപ്പോ മനസ്സിലാക്കുന്നത് CPM അയച്ച കത്തിലാണ് ഇങ്ങനെ വന്നു പറഞ്ഞു. എക്സിൽ അത് കണ്ടിരുന്നു. അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ ഇത് ഇമെയിൽ ചെയ്യുന്നത്, ആ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ എങ്ങനെ BJPയുടെ സീൽ വന്നു? അപ്പൊ BJPയുടെ സീൽ എന്തിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ വെച്ചു? അപ്പോൾ അത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് ചെയ്തത്? BJPയുടെ കത്തുകൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണോ BJPക്ക് വേണ്ടിയിട്ടുള്ള കത്ത് ഉണ്ടാക്കുന്നത് ആ ഓഫീസിൽ തന്നെയാണോ? അപ്പോൾ ഇതൊരു വലിയ അപകടകരമായത്. ഏറ്റവും വലിയ അലിഗേഷൻസ് വന്നുകൊണ്ടിരുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഡിപെൻഡൻസിന്റെ മേൽ വലിയ തർക്കം നിൽക്കുന്ന ഒരു കാലത്ത് ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് പോലും ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ ആക്ടിന്റെ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിൽ പ്രധാനമന്ത്രിയും കൂടെയുള്ള ഒരു മന്ത്രിയും ചേർന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം രാജ്യത്ത് ആദ്യമായി ഒരുക്കി. അതിന്റെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിനെ നശിപ്പിച്ചതിന് ശേഷം വന്ന ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആ ഇലക്ഷൻ കമ്മീഷൻ അവിടെ BJPയുടെ സീൽ വരികയാണ്. ആ ഓഫീസിൽ ഒരു കാരണവശാലും BJPയുടെ സീൽ കയറാൻ പാടില്ല. BJPയുടെ ഓഫീസിൽ നിന്നും എഴുതിക്കൊണ്ടുവരുന്ന കത്തിൽ BJPയുടെ സീൽ ആ ഓഫീസിൽ വെച്ച് പതിച്ചിട്ട് ആ കത്ത് കൊടുത്തുവിടാം. ഈ സീൽ എങ്ങനെ അതിലേക്ക് വന്നു എന്നത് അത്ഭുതകരമാണ്. തീർച്ചയായിട്ടും വലിയ അന്വേഷണം നടത്തേണ്ട ഒരു വിഷയമാണ്. ഇതൊരു പിഴവാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചിട്ടുണ്ട്. അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കിന്റെ ഭാഗമായി വന്നതാണ് എന്നതുകൂടി പറയുന്നുണ്ട്. അല്പസമയത്തിനകം വിശദീകരണം നൽകുമെന്നും. അതല്ല, പിഴവ് സംഭവിക്കാം. കാരണം ഇതേ സീൽ തന്നെ ആ ഓഫീസിൽ ഇരിക്കാവുന്നതാണെങ്കിൽ ഒരു സീൽ മാറി വേറൊരു സീൽ വരാം. ഈ സീൽ എങ്ങനെ അവിടെ വന്നു? ഈ സീൽ അവിടെ എന്താണ് ആ ഓഫീസിൽ കാര്യം? ആ ഓഫീസിന്റെ ഇന്റേണലായി കോൺഫിഡൻഷ്യലായി ഇമ്പാർഷ്യലായി ആർക്കും നോളജ് ഇല്ലാതെ ചെയ്യേണ്ട സ്ഥലത്ത് BJPയുടെ സീൽ ഇരിക്കുന്നു. എന്നാൽ BJPക്കാരാണോ അവിടെ ഇരിക്കുന്നത്? BJP നേതാക്കൾ ഇരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിനുള്ളിലാണോ? ആ സീലുമായി നിന്നിരിക്കുന്ന BJPയുടെ ക്ലർക്കുമാരാണോ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ അവരുടെ കയ്യിൽ വന്നു? അവരും BJPയുമായിട്ട് എന്താണ് ബന്ധം? ഇതൊരു വലിയ സീരിയസ് ഇഷ്യൂ ആണ്. നമ്മുടെ പ്രശ്നം ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്നുള്ളതല്ല. സമയത്ത് വന്നൊരു രാഷ്ട്രീയ നിരീക്ഷണം ഇങ്ങനെയാണ്. നോക്കൂ, ഏത് ബട്ടൺ ഞെക്കിയാലും താമര തെളിയുന്നു എന്ന് പലവട്ടം കേട്ടിട്ടുണ്ട്. എന്നാൽ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരേ സീലാണ് ഉപയോഗിക്കുന്നത് എന്ന വാർത്ത ഇതാദ്യമാണ്. ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഈ മെയിൽ എല്ലാ വിലാസക്കാർക്കും കിട്ടിയിട്ടുണ്ട്. 2 വിലാസക്കാരോട് വെരിഫൈ ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ, രാജ്യവ്യാപകമായി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. ആ ആരോപണങ്ങൾ അല്ല എന്ന് പറയാൻ വാർത്താ സമ്മേളനം വരെ വിളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകേണ്ടി വരുന്ന സാഹചര്യം പോലുമുണ്ട്. ഈ പിഴവ് ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ? അല്ല, ഈ പിഴവെന്നുള്ള വാക്ക് ഞാൻ പറയുന്നത് സീല് വെച്ചതല്ല പിഴവ്. ഞാൻ പറയുന്നത് സീൽ അവിടെ വന്നു എന്ന വലിയ കുറ്റകൃത്യമാണത്. ആ സീൽ ആ ഓഫീസിൽ വന്നു എന്ന് പറയുന്നത് കുറ്റകരമായ വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് എങ്ങനെ ഇങ്ങനെ തുറന്നുകൊണ്ട് മുന്നോട്ട് പോകാം? ഞങ്ങൾ ഇതുവരെ നടത്തിയ ആരോപണങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ഈ ഇലക്ഷൻ കമ്മീഷൻ SIRമായി ബന്ധപ്പെട്ടായാലും അതിന് മുമ്പായിരുന്നാലും എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളിലൊന്നും യാതൊരു സുതാര്യതയില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ, ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് സുതാര്യതയില്ല എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ BJPയുടെ സീൽ അവിടെ വന്നിരിക്കുന്നു എന്നത് ഏതെങ്കിലും വേറെ പാർട്ടിയുടെ സീൽ അവിടെ ഉണ്ടോ? ഇനി വേറെ എവിടെയെങ്കിലും കൊടുത്തുവിട്ടിട്ടുണ്ടോ? പിഴവ് വരാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീൽ അവിടെ ഉണ്ടായിരുന്നു. പിഴവ് സംഭവിക്കാനായിട്ട് കോൺഗ്രസിന്റെ സീൽ ആ ഓഫീസിലുണ്ടായിരുന്നു. ഏതൊക്കെ സീൽ ഉണ്ടായിരുന്നു? BJPയുടെ മാത്രമേ ഉള്ളോ? ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത്? ഇത്രയധികം അപകടകരമായ സാഹചര്യം രാജ്യത്ത് വന്നിരിക്കുന്നു. നമുക്കൊരു ഇമ്പാർഷ്യൽ തെരഞ്ഞെടുപ്പിൽ നടക്കുമോ എന്ന് ഭീതി ഉണ്ടാകുന്ന സാഹചര്യം രാജ്യത്ത് വന്നിരിക്കുന്നു പറയേണ്ടി വരും. ഓക്കെ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ് പ്രതികരിച്ചത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്ക് തന്നെ അതിനെ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ് BJPയുടെ സീൽ ഉണ്ടായത് എന്നുള്ളത്. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. PR സുനിൽ, ഇത് 2019 കത്താണ്. സ്വാഭാവികമായും അതിന്റെ മുകളിൽ വശത്ത് ഡേറ്റുമുണ്ട്. ഈ NT ഭൂട്ടിയ സെക്രട്ടറി അപ്പോഴത്തെ ഉദ്യോഗസ്ഥരുമാണ്. അദ്ദേഹത്തിന്റെ ഒപ്പ് അതിലുണ്ട്. പക്ഷേ ഈ ഇടതുവശത്ത് വന്നിരിക്കുന്ന സീലാണ് പിന്നീട് ഉണ്ടാകുന്നത്. അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രചരിക്കുന്ന മറ്റു ചില ഡോക്യുമെന്റുകളിൽ ഈ സീലില്ല. ഒരു പക്ഷേ ആകെ ഉണ്ടാകാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ ഈ സീൽ അതിൽ വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വളരെ പ്രാഥമികമായി പറയുന്നത് പോലെ BJP ഇലക്ഷൻ കമ്മീഷന് ഒരു റിമൈൻഡർ അയക്കുന്നു. ആ ഡോക്യുമെന്റിൽ എല്ലായിടത്തും BJPയുടെ സീലുണ്ട്. അത് ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പോലും അത് ഗുരുതര വീഴ്ചയാണ്. മാത്രമല്ല ആ
ആ കത്തിന്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഇത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന് കോപ്പി വെക്കണമെന്ന്. അപ്പോൾ പോലും അത് ഗുരുതരമായ പ്രശ്നമാണ്. ഇതിന്റെ സാധ്യത എന്താണ്? മധു, 2018 സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ വിധി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വെളിപ്പെടുത്തണം എന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ പാർട്ടികൾക്കും അതത് സംസ്ഥാനങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്കും ഇത് സംബന്ധിച്ചുള്ള കത്ത് നൽകാറുണ്ട്, ഇലക്ടറൽ ഓഫീസർമാർക്കും. അത് പ്രകാരമാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും കേരളത്തിലെ ഇലക്ടറൽ ഓഫീസർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഈ കത്ത് വന്നിരിക്കുന്നത്. ഏതായാലും അങ്ങനെ വന്നിട്ടുള്ള കത്ത് അത് 2019 തയ്യാറാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും അതേ ചട്ടം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് 2019 കത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ടറൽ ഓഫീസർമാർക്കും അയച്ചിരിക്കുകയാണ്. ഏതായാലും ആ കത്തിലാണ് ഇപ്പോൾ മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ BJPയുടെ സീൽ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും BJPയുടെ സീൽ അങ്ങനെ ഒരു ഔദ്യോഗിക രേഖയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയക്കുന്ന ഇലക്ടറൽ ഓഫീസർമാർക്ക് അയക്കുന്ന ഒരു ഔദ്യോഗിക കത്തിൽ വരാൻ പാടില്ല. അപ്പോൾ രണ്ട് സാധ്യത അക്കാര്യത്തിലുണ്ടാകും. ഒന്ന്, സീൽ മാറിപ്പോയതാകാം. രണ്ട്, ഒരുപക്ഷെ BJP ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ നൽകിയിട്ടുള്ള രേഖകളുടെ കൂട്ടത്തിലുള്ള ഈ ഒരു കത്ത് അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചതുമാകാം. പക്ഷേ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയിൽ ഇത്തരത്തിലൊരു സീൽ വരാൻ പാടില്ല എന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഗുരുതരമായ വീഴ്ച തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ചയാണ്. ആവശ്യപ്രകാരം 2019 ഈ ചട്ടങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിലും അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്, ആധികാരികമായ ഡോക്യുമെന്റ് അല്ലേ അയച്ചു കൊടുക്കേണ്ടത്? അല്ലാതെ BJP ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയല്ലല്ലോ വേണ്ടത്. ഉറപ്പായും അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ റോഷി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലമാണിത്. നമുക്കറിയാം, നേരത്തെ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്നുള്ള വലിയ ആരോപണമാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് വലിയ ആരോപണമുയർന്നത്. ഇത് പിന്നീട് സുപ്രീം കോടതിയിൽ കേസായി വരെ വന്നിട്ടുണ്ട്. പാർലമെന്റിലടക്കം വലിയ വിവാദമായി ഉയർന്നിട്ടുണ്ട്, വലിയ പ്രതിഷേധമായി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ കൂട്ടുകെട്ടുണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ആരോപിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതുപോലെ ഒരു കത്ത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്നത്. മാത്രമല്ല, SIRമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ, SIR നടപ്പാക്കുന്നത് തന്നെ BJPക്ക് വേണ്ടിയാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ആരോപിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പും പ്രതിഷേധവും ഒക്കെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോഴാണ് BJPയുടെ സീൽ പതിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ടറൽ ഓഫീസർക്കും ലഭിക്കുന്നത്. ഏതായാലും ഇത് എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായീകരിക്കും എന്നത് വലിയ ചോദ്യം തന്നെയാണ്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സീൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അവിടെ ഉണ്ടാകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമായി ഉയർത്തുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു രേഖ പുറത്തു വരുന്നത് തീർച്ചയായും കമ്മീഷനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. ഒരുപാട് സംശയങ്ങൾ വേണമെങ്കിൽ ഈ കത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനിയും തെരഞ്ഞെടുപ്പ് കോൺഗ്രസും CPM-ഉം എല്ലാം കടുത്ത രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു. ഈ വിവാദം വലിയ തോതിൽ അതിന് പ്രത്യാഘാതമുണ്ടാകും. ഉറപ്പായും മാധു, ഇത് വലിയ വിവാദമായി തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം തന്നെ സംശയത്തിലാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്താണോ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അതിന് സമാനമായി അല്ലെങ്കിൽ അതിനെ അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു കത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിനിപ്പോൾ എന്തൊക്കെ ന്യായീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാലും, സാങ്കേതിക പിഴവാണെന്ന് പറഞ്ഞാൽ പോലും BJPയുടെ സീൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയിൽ വന്നു എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ മറുപടി പറയും, എങ്ങനെ ന്യായീകരിക്കുമെന്ന് വലിയ ചോദ്യം തന്നെയാണ്. തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഉയർത്തി വലിയ പ്രതിഷേധവുമായി വലിയ നീക്കവുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ നൽകുന്ന വിവരം എന്നത് ഒരു സാങ്കേതിക പിഴവുണ്ടായി എന്നതാണ്. ഇങ്ങനെയൊരു സാങ്കേതിക പിഴവ് ഉണ്ടാകുമോ? കാരണം രാഷ്ട്രീയ ആരോപണങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത്
ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണം നേരിടുന്നത് അതേ രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ പതിഞ്ഞ ഒരു കത്ത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ സ്വാഭാവികമായും വലിയ വിവാദങ്ങൾ ഉണ്ടാകും. ആ വിവാദങ്ങളെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരും. ഇപ്പോൾ